അപ്പോൾ കഴിച്ചാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ ഭാഗത്തായിട്ട് കുറേയേറെ പൈസ ഇരിപ്പുണ്ട്. എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കഴിഞ്ഞ് പിന്നെ എൻ്റെ എണ്ണം വിട്ടുപോയി. പിന്നെ എണ്ണിയിട്ടില്ല, വേറെ ഇട്ടിട്ടേ ഉള്ളൂ. പൈസ ഇട്ടിട്ട് ഏകദേശം നിറച്ച് ഫുള്ളും നിറയ്ക്കണമൊക്കെ ഒരു താല്പര്യം. പക്ഷേ എന്ത് ചെയ്യാനാ, ഇന്ന് എനിക്ക് മൂഡ് മാറിയോണ്ട് ഞാൻ ഇത് ആർക്കെങ്കിലും കൊടുത്തേക്കാം. വെറുതെ കൊടുക്കത്തില്ല, നിങ്ങൾക്ക് വിരൽ വെച്ച് പൊക്കേണ്ടി വരും. ഈ വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ച് പൊക്കേണ്ടി വരും. ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം കേട്ടോ. ആര് ഈ പൈസ 3 സെക്കൻഡ് വിരൽ വെച്ച് ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് അവർക്ക് ഈ പൈസ എടുക്കാം. 1, 2, 3. ദൈവമേ, ഇൻസ്റ്റ റീൽ ചെയ്ത് ഇതായിട്ട് മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ചില്ലറ എടുക്കത്തില്ല, ഒന്നും മേടിക്കത്തില്ല, വെറുതെ വെച്ചിരിക്കുക. ഇത് പൊക്കി നോക്കുന്ന ഇത് വിരൽ വെച്ച് 3 സെക്കൻഡ് പൊക്കി പിടിച്ച് ഞാൻ ഇതെടുത്തോ. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ പൊക്കി പിടിക്കണം 3 സെക്കൻഡ് ഇങ്ങനെ പൊക്കി. ഓ പോകുന്നുണ്ടോ? വേദന എടുക്കല്ലേ? അങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. എത്ര ഗ്രിപ്സ് ഉണ്ടെന്ന് നോക്കുക. പൊക്കി പിടിക്കണം. അങ്ങനെയല്ല പിടിക്കണ്ടേ? ഇത് ജസ്റ്റ് ഞാൻ പൈസ കുറച്ച് നാളായിട്ട് ശേഖരിച്ച് വെച്ചതാ. ചില്ലറ കൊണ്ടായിടണ്ടേ? ഇനി ഒരു ചാൻസ് കൂടെ. ചാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓടാ, പേരെന്തുവാ? ജോർജീന. വിരൽ വെച്ച പൊക്കണ്ട. അങ്ങനെയല്ല, ഫിംഗർ വെച്ച് മാത്രം. ഫിംഗർ വെച്ച് മാത്രം. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് പൊക്കിയില്ല. ട്രൈ ചെയ്തില്ലേ? കുറച്ച് പൊക്കി നോക്കുന്നേ. ഇങ്ങനെ പൊക്കി ഇരിക്കണം, കുറച്ച് പിടിച്ചും വെക്കണം. പക്ഷെ ഇല്ലേ, കാന്തം ഒരു ബുദ്ധിമുട്ടാ. ഈ കൈയല്ലേ വേല എടുക്കുന്നത്. പൊക്കിയാ കാണിച്ചതാണ്, പക്ഷെ നല്ല വേല എടുക്കും. അതാ എന്ത് വേല എടുക്കുന്ന അറിയാ? വിരല് ഇങ്ങനെ ഇച്ചിരി വെയിറ്റ് പറക്കുക. ഉള്ള ഞാൻ പൊക്കി കാണിച്ചില്ലേ? കൈവേന. ഇത് ഞാൻ ഇത്ര നാള് ശേഖരിച്ച പൈസ കൊള്ളാല്ല. ഞാൻ ഇത് ഫുള്ള് നിറച്ചോണ്ട് വന്നേനെ. പക്ഷെ പിന്നെ അത് ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് കൊണ്ടുവരാൻ. എത്ര രൂപയുണ്ട്? 10ന്റെ പൈനുണ്ട്. 10ന്റെ പൈനുണ്ട്. ചേട്ടൻ പറഞ്ഞ 3000 രൂപ ഉണ്ടെന്ന്. അത് അതിമേലുണ്ട്. അങ്ങനെയാണ് പറഞ്ഞ 1000 രൂപയ്ക്ക് മേലുണ്ടെന്ന്. എത്രയിലേക്ക് കാണുന്നത്? ഞങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ഫിംഗർ വെച്ച് പിടിച്ചാൽ മതി. ഫിംഗർ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയാൽ മതി. ഒരു 5 സെക്കൻഡ് പിടിക്കണം. പക്ഷെ പൊക്കണം. നിങ്ങളെല്ലാം ക്യാമറ എടുത്തിട്ട് വരികയാണല്ലോ. ക്യാമറ എടുക്കട്ടെ. ഞാൻ ട്രൈ ചെയ്തൊന്ന്. മറ്റേ കൈ പൊക്ക് ഫുള്ള് പൊക്ക മാത്രമല്ല, പിടിച്ച് വെക്കണ കുറച്ച് പേരാ. ഫിംഗർ വെച്ചോ. ഇത്ര ആൾക്കാർ കൂടി ഇതിലൂടെ എങ്ങനുണ്ട്? നല്ലല്ലേ? ഉഗ്രപരല്ലേ? പൊക്കി നോക്കുന്ന നോക്കിക്കോ. അങ്ങോട്ട് നോക്കി പൊക്കി നോക്കിക്കോ. ആൾക്കാർ ഫോട്ടോ എടുക്കാനിട്ടാ. പത്രത്തിൽ വരണ്ടേ? നിങ്ങൾ ക്യാമറ ഇങ്ങോട്ട് നിൽക്കും. ഈ വശത്തോട്ട് നിൽക്കും. അങ്ങനെ നോക്കണം. അല്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ പൊക്കാവുന്നേ ഉള്ളൂ. അല്ലെ പിന്നെ വെറുതെ പൊക്കിയിട്ട് പോകാനൊക്കെ വീട്ടിൽ എടുത്തോണ്ട് വെക്കാം. ഇവിടെ തിരക്ക് പിടിക്കൊണ്ടിരിക്കുക. നല്ല വെയിറ്റ് അല്ലേ? അങ്ങനെയല്ല വിരല് പൊക്കി പിടിച്ച്. ഓക്കെ ആണോ? ഇനി പൊക്കണോ? തിരിഞ്ഞില്ലേക്ക് ചേട്ടൻ പൊക്കി പിടിച്ചോണ്ടിരിക്കുക. ചേട്ടൻ ഇങ്ങനെ വീട്ടിൽ തന്നെ വേണ്ടതായിരിക്കും നല്ലത്.
മതി മതി വെച്ചേക്ക് വെച്ചേക്ക്. ദൈവമേ ഇനി നമുക്ക് കാണാ ഒരു ദിവസത്തെ സാലറി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ കൊടുത്ത് കിട്ടിയിരുന്ന ഞാൻ വല്ല കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ള മേടിച്ചത്. അവനും ആവശ്യമുള്ള മേടിച്ചത്. അല്ല ഹെൽമെറ്റ് വേണം പറഞ്ഞില്ലേ? 7,000 രൂപയുടെ ഹെൽമെറ്റാ മേടിച്ചത്. എന്റെ ബ്രദർ ഹോസ്പിറ്റലാണ്. ആ ഇത് എത്ര രൂപ ഉണ്ടെന്നാ? എത്ര രൂപ ഉണ്ടത്? എനിക്കറിയത്തില്ല. എത്ര രൂപ കാണും? വേണ്ട എത്ര രൂപ കാണും ചേട്ടാ? എത്ര ഉണ്ടെന്ന്? ഇത്ര പേര് പൊക്കിയില്ലല്ലോ. തലമ്പാണല്ലോ കൈക്കൊക്കെ. എന്റെ കൈ അതെടുത്തു അതെടുത്തു. ഒന്നെങ്കിൽ ചേഞ്ച് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ 5,000 രൂപ ക്യാഷ് വരും. അതിനു വേണ്ടിയല്ല ചേട്ടൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടി എന്താ പറഞ്ഞിട്ട്? അല്ല ഞാൻ നിങ്ങളെ കണ്ട് ഇതിന്റെ ഇതിലാണ് ഞാൻ ഇതാ. ആ എനിക്ക് ചേട്ടാ പറ. ആ ആ അത് പറയാൻ വേണ്ടിയില്ല. പക്ഷെ ട്രെയിൻ ചെയ്ത് ഞാനല്ല ബുക്ക് ചെയ്ത്. ചേട്ടാ സെൻഡ് വീട്. വിജയിച്ചാ അത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്നെ കൊണ്ട് വേണേ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചേട്ടൻ എടുത്തതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ഒന്നെങ്കിൽ ചേഞ്ചും മെനക്കേടായിരിക്കും. ചേട്ടൻ ഇത് വേണം 5,000 രൂപ വേണം ക്യാഷ്. അങ്ങനെ പൈസക്ക് വേണ്ടിയല്ല. പൈസ അതിന് ചേട്ടൻ പൊക്കിക്കൊണ്ട് വരുമല്ലേ? അത് വേറെ ഒന്നുമില്ല, വേറെ ആരും പൊക്കിയൊന്നും ഇല്ല. എന്ത് വേണം? ഇത് വേണം ക്യാഷ് 5,000 വേണോ അല്ലെങ്കിൽ അത് മതിയാ? ചില്ലറ എന്നെ എടുക്കും. അതാ പൈസ അത് എന്നെ എടുക്കേണ്ടി വരും. ചിലപ്പോ അത് കുറച്ച് കൂടുതൽ കാണും, ഞാൻ പറയാൻ പറ്റത്തില്ല. ലക്ഷം ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല. 5 മതിയാ? അതുകൊണ്ടല്ലേ അത് ആന്നും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ എന്നാലും അത് വേണ്ടെങ്കിൽ ഞാൻ ക്യാഷ് തന്നെ തരാം. ചേട്ടൻ സെറ്റ് ചെയ്യാതെ ചേട്ടൻ പൊക്കിക്കൊണ്ട് വരിക. ചേട്ടൻ വീട്ടില് അനിയന് കുറച്ച് ആക്സിഡന്റ് പറ്റി. അപ്പം ചെറിയ കാര്യങ്ങൾ അതല്ല ഇപ്പൊ ഇത് അതിന് വേണ്ടിയുള്ള കൊടുത്ത പൈസയല്ല. ഇതിപ്പോ ചേട്ടൻ പൊക്കി അതുകൊണ്ട് കൊടുത്ത പൈസയാ. ചേട്ടൻ മൈൻഡ് ചെയ്യണ്ട. അത് 5 ഇല്ലേ? ഉണ്ടോ? വിട്ടുപോയാണ് വല്ല പറ. വിട്ടു പറയുന്നുണ്ട്. അല്ല വിട്ടു പോകാൻ പോയി. അപ്പൊ ഞാൻ യൂട്യൂബ് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഇതായിട്ട് വന്നപ്പോ ഒരു സാലറി 1 മാസം ഇതെല്ലാം കണ്ട് ഞാൻ അപ്പൊ അതൊന്നും നമുക്ക് വിചാരം കിട്ടുമെന്നൊന്നുമില്ല. അത് ചേട്ടൻ ഒന്നും വിചാരിക്കണ്ട. ചേട്ടൻ അത് പൊക്കിയുണ്ടാകുന്നത്. പൊക്കി എത്ര നേരം പിടിച്ചില്ലേ? മെനക്കേടാ പൊക്കി പിടിക്കാൻ. ശരി, ചേട്ടൻ്റെ പേര്? അപ്പൊ ചേട്ടൻ അത് പൊക്കി ചേട്ടന് 5,000 കൊടുത്തു. ഇനി നമുക്ക് ഈ സാധനം വീട്ടിൽ കൊണ്ടുപോകാം. ഇതൊക്കെ ഉണ്ടെന്ന് വിലക്കിടാണ്. ഇതുപോലുള്ള പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കുക. എല്ലാം ഇവിടെ കണ്ടാൽ മതി. ഇവിടെ കണ്ടാൽ മതി.